പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമാകുന്നു എന്ന സൂചന നൽകി ചില നിർണായകമായ വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. സൗദി അറേബ്യയിലെ അൽ ഗർജ് പ്രവിശ്യയിൽ വ്യോമാക്രമണ ഭീഷണിയുണ്ട് എന്ന മുന്നറിയിപ്പ് സന്ദേശം എത്തിയിരിക്കുന്നു. അടിയന്തര സാഹചര്യമുള്ളതിനാൽ പൊതുജനങ്ങൾ എത്രയും വേഗം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നാണ് ഇപ്പോൾ സൗദി സിവിൽ ഡിഫൻസ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സൗദി സിവിൽ ഡിഫൻസ് അധികൃതർ മൊബൈൽ ഫോണിലേക്ക് സന്ദേശം അയച്ചിരുന്നു. ജനങ്ങൾ പൂർണ്ണമായും ശാന്തത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വീടുകൾക്കുള്ളിലോ അല്ലെങ്കിൽ ജനലുകൾ, വാതിലുകൾ എന്നിവയിൽ നിന്ന് അകന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. സിവിൽ ഡിഫൻസ് അധികൃതർ നൽകുന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും ഔദ്യോഗികമായിട്ടുള്ള മുന്നറിയിപ്പിൽ വ്യക്തമാക്കുകയാണ്. സൗദി അറേബ്യയിലെ മലയാളികൾ അടക്കമുള്ള ആളുകൾക്ക് ആശങ്ക നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. വ്യോമാക്രമണ ഭീഷണി ഒഴിഞ്ഞതായി പിന്നീട് അധികൃതർ അറിയിച്ചുവെങ്കിലും ജനങ്ങൾക്കിടയിൽ ആശങ്ക നിലനിൽക്കുകയാണ്. നിലവിൽ സുരക്ഷാ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇറാനിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് ലഭ്യമായ യാത്രാമാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം തന്നെ ഇറാൻ വിടാനും എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എക്സിലൂടെയാണ് എംബസി കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാനിലെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള മഹ്ഷാറിലെ പെട്രോ കെമിക്കൽ സമുച്ചയത്തിന് നേരെ ഇസ്രായേൽ വ്യോമസേന ശക്തമായ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ എംബസി ഇങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് അവഗണിച്ച് മധ്യ പടിഞ്ഞാറൻ ഇറാനിലെ സൈനിക താവളങ്ങൾക്ക് നേരെ അടക്കം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരണമെന്നും എംബസി വ്യക്തമാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അറുതി വരുമെന്ന് ലോകം പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തുന്ന ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുമോ എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. സൗദി അറേബ്യയിലെ വ്യോമാക്രമണ സാധ്യതയുടെ വാർത്ത കൂടി പുറത്തേക്ക് വരുമ്പോൾ അവിടെയുള്ള ഇന്ത്യക്കാരടക്കമുള്ള ആളുകളുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ ചില ആശങ്കകൾ പുറത്തേക്ക് വരികയും കൂടിയാണ്.